നമസ്കാരം. ഒരു കള്ളം 100 കള്ളം പറഞ്ഞ് മറയ്ക്കുന്നത് പോലെയാണ് 1,72,00,000 വാങ്ങിയെന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളുടെ പേരിൽ ആരോപിക്കപ്പെടുന്ന സംശയിക്കപ്പെടുന്ന തിരിമറിയുടെ കാര്യത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കേസ് തെളിയിക്കാൻ ആദ്യം കേന്ദ്ര ഏജൻസികളെ ഒഴിവാക്കണം എന്നതിനാൽ സർക്കാർ സ്ഥാപനമായ KSIDC ഉൾപ്പെടെ അതിനുവേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി കോടികളാണ് സർക്കാർ പൊതുഖജനാവിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് കണക്ക്. കടമെടുത്ത് കടം തീർക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ നീക്കത്തിന്റെ ഭാഗമായി കേസ് കൊടുത്ത സർക്കാരിന് കോടികൾ വക്കീൽ ഫീസ് നൽകേണ്ടി വന്നിട്ടുള്ള ഒരവസ്ഥയുണ്ട്. ഇപ്പോൾ അതേ രീതിയിൽ മാസപ്പടി കേസിലും പൊതുഖജനാവിൽ നിന്ന് കോടികൾ മറിക്കുന്നുണ്ട് എന്നതാണ് സത്യം. CMRL ദുരൂഹ ഇടപാടിൽ KSIDCക്കെതിരായ അന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചിട്ടുള്ള സംസ്ഥാന സർക്കാരിന് ഇതുവരെ ചെലവായിരിക്കുന്നത് 82.5 ലക്ഷം രൂപയാണ്. സ്വന്തം അഭിഭാഷകർക്ക് പകരം പുറമെ നിന്നുള്ള അഭിഭാഷകരെ KSIDC ചുമതലപ്പെടുത്തിയതോടെയാണ് നിയമോപദേശത്തിനുള്ള ചെലവ് 10 മടങ്ങായി കുതിച്ചുയർന്നിരിക്കുന്നത്. എക്സാലോജിക് CMRL ദുരൂഹ ഇടപാടിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് നടത്തുന്ന അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് പൊതുമേഖലാ സ്ഥാപനമായ KSIDCയെ കൂടി ഉൾപ്പെടുത്തിയതോടെയാണ് തങ്ങൾക്കെതിരായ അന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് KSIDC ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഹൈക്കോടതിയിൽ സ്വന്തം അഭിഭാഷകനുണ്ട് എങ്കിൽ പോലും കേസ് വാദിക്കാൻ നിയോഗിച്ചത് സീനിയർ അഭിഭാഷകൻ CS വൈദ്യനെയാണ്. അപ്പോൾ സ്വന്തം അഭിഭാഷകനെ എന്തിനാണ് അവിടെ കണ്ടു നിൽക്കാൻ വേണ്ടി മാത്രം നിർത്തിയതാണോ എന്നൊരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. ഫീസ് എത്രയെന്ന വിവരാവകാശ പ്രകാരമുള്ള ഒരു ചോദ്യത്തിന് മറുപടിയായിട്ടാണ് ഇപ്പോൾ KSIDC അപ്പീൽ നടപടികൾക്ക് ശേഷം ഈ വിവരം, അതായത് 82 ലക്ഷത്തോളം രൂപ നൽകുന്നുണ്ട് എന്ന വിവരം പുറത്തുവിട്ടിരിക്കുന്നത്. 3 സിറ്റിംഗിന് നൽകിയത് ആകെ 82.5 ലക്ഷം രൂപയെന്നാണ് കണക്ക്. 2022-23 സാമ്പത്തിക വർഷത്തിൽ ആകെ 4 ലക്ഷം രൂപയാണ് നിയമോപദേശത്തിന് മാത്രമായി സംസ്ഥാന സർക്കാർ ചെലവാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ 2 വർഷമായി KSIDC യഥാക്രമം 59 കോടിയും 76 കോടിയും ലാഭത്തിലെത്തിയെന്നും വിവരാവകാശ മറുപടിയിൽ പറഞ്ഞിട്ടുണ്ട്. അതേസമയം എത്രയും വേഗം ഇഡിയെ കേസിൽ നിന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ അതിന്റെ 10 മടങ്ങ് ശക്തിയായിട്ടാണ് മാസപ്പടി കേസിൽ ഇപ്പോൾ ഇഡി അന്വേഷണം തുടരുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. കേസിൽ നിന്ന് പലതവണ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം CMRL MD ആയിട്ടുള്ള ശശിധരൻ കർത്തയെ വീട്ടിലെത്തി ഇഡി ചോദ്യം ചെയ്യുകയുണ്ടായിരുന്നു. അത് അതിന്റെ കേസ് ശക്തമാകുന്നതിന്റെ തെളിവ് തന്നെയാണ്. ആലുവയിലെ വീട്ടിൽ നേരിട്ടെത്തിയിട്ടാണ് കഴിഞ്ഞ ദിവസം ഇഡി ഉദ്യോഗസ്ഥൻ കരിമണൽ കർത്തയെ ചോദ്യം ചെയ്തിരിക്കുന്നത്. CMRL ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യുന്ന വേളയിൽ തന്നെ കർത്തയെയും ചോദ്യം ചെയ്യാൻ ഇഡി നേരത്തെ നോട്ടീസ് നൽകി വിളിപ്പിച്ചിരുന്നുവെങ്കിലും കർത്ത മാത്രം അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് ഉണ്ടായത്. അത് മാത്രവുമല്ല, കർത്ത ഇഡിക്കെതിരെ ഹർജി നൽകുകയും ചെയ്തിരുന്നു. ഇഡിയുടെ ചോദ്യം ചെയ്യലിന് ഹാജരാകാത്തത് തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചായിരുന്നു കർത്ത ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇഡി അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി അടക്കം കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തിരിക്കുകയാണ്. അതിനർത്ഥം കേസ് ഇനി അധിക നാൾ നീളില്ല, കേസ് ഉടൻ തന്നെ തെളിയുമെന്ന് തന്നെയാണ്. അതേസമയം മാസപ്പടി കേസിൽ മാസപ്പടി കമ്പനികൾ തമ്മിലുള്ള ഇടപാടാണെന്നും CPM പ്രതികരിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് MV ഗോവിന്ദൻ. CPMന്റെ സംസ്ഥാന പ്രസിഡന്റാണ് അദ്ദേഹം. ചോദ്യം ചെയ്യലിനിടെ ഇഡി ഉദ്യോഗസ്ഥർക്കെതിരെ CMRL ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം പറയുന്നു. രഹസ്യ സ്വഭാവമുള്ള രേഖകൾ നൽകാൻ നിർബന്ധിക്കുന്നു എന്നാണ് ഇവർ പ്രധാനമായി ആരോപിക്കുന്നത്. ഈ ഹർജി പരിഗണിക്കുമ്പോൾ ഉദ്യോഗസ്ഥരുടെ നിസ്സഹകരണം കോടതിയെ അറിയിക്കാനാണ് ഇഡിയുടെ നീക്കം എന്നതാണ് സൂചന. എന്തായാലും കേസ് ഉടൻ തന്നെ തെളിയുമെന്നത് ഉറപ്പാണ്. കേസ് തെളിയുമ്പോൾ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ അഴിക്കുള്ളിലാകാനുള്ള സാധ്യതയുമുണ്ട്. എന്തായാലും വീണ വിജയന്റെ ദിവസങ്ങൾ എണ്ണപ്പെട്ടു എന്ന് തന്നെ വേണം കരുതാൻ.